പിള്ളേര് മോഡിഫൈ ചെയ്യട്ടെ എന്ന് സതീശൻ. ഇനി വാഹന മോഡിഫിക്കേഷൻ നടക്കുമോ? നിയമവും സാധ്യതയും ചർച്ചയാവുകയാണ്. പുതുതലമുറയെ ഏറെ ആകർഷിച്ച പ്രഖ്യാപനമായിരുന്നു വാഹനങ്ങളുടെ മോഡിഫിക്കേഷന് അനുമതി നൽകുമെന്ന വി.ഡി. സതീശന്റെ പ്രഖ്യാപനം. ഏതായാലും UDFന്റെ പ്രകടന പത്രികയിലെ വാഗ്ദാനം കൂടിയായപ്പോൾ അതേറെ ശ്രദ്ധ നേടി. പിള്ളേര് മോഡിഫൈ ചെയ്യട്ടെ എന്ന അടിക്കുറിപ്പോടെ വി.ഡി. സതീശൻ മോഡിഫിക്കേഷനെക്കുറിച്ച് സംസാരിക്കുന്ന വീഡിയോയും നേരത്തെ പോസ്റ്റ് ചെയ്തിരുന്നു. വാഹനങ്ങളിൽ അപകടകരമല്ലാത്ത മോഡിഫിക്കേഷൻ നടത്തുന്നത് തെറ്റല്ലെന്നും UDF അധികാരത്തിലെത്തിയാൽ ഇതിന് അനുമതി നൽകുമെന്നായിരുന്നു വി.ഡി. പറഞ്ഞത്. നിയമക്കുരുക്കുകൾ ഒഴിവാക്കി ഇതെങ്ങനെ നടപ്പാക്കാൻ കഴിയുമെന്ന ആലോചനയിലാണ് ഗതാഗത വകുപ്പ്. അപകടകരമായ രൂപമാറ്റം ഏത്, അല്ലാത്തതേത് എന്ന പട്ടിക തയ്യാറാക്കുകയാണെന്ന് ഗതാഗത കമ്മീഷണർ പറഞ്ഞു. അനുവദിക്കാവുന്ന രൂപമാറ്റങ്ങൾ ഏതൊക്കെയെന്ന് പഠിക്കാൻ വിദഗ്ധ സമിതിയെ നിയോഗിക്കും. കേന്ദ്ര നിയമം അനുസരിച്ചാണ് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ അടക്കം എല്ലാ കാര്യങ്ങളും. സംസ്ഥാനങ്ങൾക്ക് പ്രത്യേക നിയമം നിർമ്മിക്കാനാവില്ല. കേന്ദ്ര മോട്ടോർ വാഹന നിയമത്തിലെ സെക്ഷൻ 82 2019 സുപ്രീം കോടതി ഉത്തരവും അനുസരിച്ച് വാഹനം നിർമ്മിച്ച ശേഷം വരുത്തുന്ന മാറ്റങ്ങളെല്ലാം നിയമവിരുദ്ധമാണ്. നിയമക്കുരുക്കുകൾ ഒഴിവാക്കി ഇത് നടപ്പാക്കാനുള്ള വഴികളാണ് വകുപ്പ് നോക്കുന്നത്. അപകടകരമല്ല എന്ന് കണ്ടെത്തിയ രൂപമാറ്റങ്ങൾ അനുവദിച്ചും അവയ്ക്ക് പിഴ ഈടാക്കേണ്ടെന്ന് വ്യക്തമാക്കിയും വകുപ്പ് തല ഉത്തരവിറക്കാം. കേന്ദ്ര നിയമത്തിലുള്ള ലംഘനങ്ങൾക്ക് പിഴ എങ്ങനെ ഈടാക്കണമെന്ന് സംസ്ഥാനങ്ങൾക്ക് തീരുമാനിക്കാം. അങ്ങനെ പലതും ഇപ്പോൾ തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇതുൾപ്പെടെയുള്ള നിർദ്ദേശങ്ങളാണ് വകുപ്പിന് മുന്നിലുള്ളത്. മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ വാഹനമായി ഇനിയുള്ള യാത്രകൾ മന്ത്രി V.N. വാസവൻ ഉപയോഗിച്ച ഇന്നോവ ഹൈക്രോസിൽ. നിയുക്ത മുഖ്യമന്ത്രി വി.ഡി. സതീശന് ഇനി മുതൽ പുതിയ വാഹനം. കറുത്ത വാഹനങ്ങൾക്ക് പകരം വെളുത്ത നിറത്തിലുള്ള കാറുകളായിരിക്കും നൽകുക. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപയോഗിച്ച കാറുകൾ പോലീസ് ഏറ്റെടുത്തു. കിയ കാർണിവൽ കാറായിരുന്നു പിണറായി ഉപയോഗിച്ചിരുന്നത്. 2022 ഈ കാർ വാങ്ങിയത്. എന്നാൽ ഇനി മുതൽ ഇന്നോവ ഹൈക്രോസ് ആയിരിക്കും മുഖ്യമന്ത്രി ഉപയോഗിക്കുക. V.N. വാസവൻ ഉപയോഗിച്ച വാഹനമാണിതെന്നാണ് റിപ്പോർട്ട്. വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് ഇന്നോവ ക്രിസ്റ്റ കാറായിരുന്നു ഉപയോഗിച്ചത്. 2023 ജനുവരി അവസാനം വരെ പ്രതിപക്ഷ നേതാവായിരുന്ന രമേശ് ചെന്നിത്തല ഉപയോഗിച്ചിരുന്ന വാഹനമായിരുന്നു വി.ഡി. സതീശൻ ഉപയോഗിച്ചിരുന്നത്. ടൊയോറ്റ ഇന്നോവയുടെ ഏറ്റവും പുതിയ മോഡലാണ് ഹൈക്രോസ്. 7 സീറ്റർ 8 സീറ്റർ മോഡലുകളിലെത്തുന്ന ഇന്നോവ ഹൈക്രോസിന് 20 ലക്ഷം മുതൽ 31 ലക്ഷം രൂപ വരെയാണ് വില. ഇന്നോവയുടെ 5ാം തലമുറ വാഹനമായ ഹൈക്രോസിൽ 4 സിലിണ്ടർ പെട്രോൾ എഞ്ചിനൊപ്പം സ്ട്രോങ് ഹൈബ്രിഡ് ഇലക്ട്രിക് സിസ്റ്റവും ഉൾപ്പെടുത്തിയിരുന്നു. ഇത് രണ്ടും ചേർന്ന് 184 bhp കരുത്താണ് വാഹനത്തിന് നൽകുന്നത്. ECVT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സ് ആണ് എഞ്ചിനുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഹൈബ്രിഡ് സംവിധാനത്തിന്റെ കൂടി സഹായത്തിൽ ലിറ്ററിന് 24 കിലോമീറ്റർ ഇന്ധനക്ഷമതയും ഈ MPVക്ക് ലഭിക്കുന്നുണ്ട്. ഹൈബ്രിഡ് സംവിധാനമില്ലാത്ത 2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ മാത്രമായും ഹൈക്രോസ് ടൊയോറ്റ പുറത്തിറങ്ങുന്നുണ്ട്. ഈ മോഡൽ 173 bhp കരുത്തും പരമാവധി 209 Nm ടോർക്കും പുറത്തെടുക്കും. CVT ഓട്ടോമാറ്റിക് ഗിയർ ബോക്സാണ് എഞ്ചിനുമായി ചേർത്തിരിക്കുന്നത്. ഇന്ധനക്ഷമത ലിറ്ററിന് 16 കിലോമീറ്റർ. വെന്റിലേറ്റഡ് സീറ്റുകൾ, പനോരമിക് സൺ റൂഫ് വിത്ത് മൂഡ് ലൈറ്റിംഗ്, റൂഫ് മൗണ്ടഡ് AC വെന്റുകൾ, 10-inch ടച്ച് സ്ക്രീൻ, 7-inch TFT ഇൻസ്ട്രുമെന്റ് ക്ലസ്റ്റർ, പവേർഡ് ഓട്ടോമൻ സീറ്റുകൾ, 9 സ്പീക്കറുകളുള്ള പ്രീമിയം JBL സൗണ്ട് സിസ്റ്റം, സുരക്ഷയ്ക്കായി 6 എയർ ബാഗുകൾ, ഓട്ടോ ഹൈ ബീം, ഡൈനാമിക് റഡാർ ക്രൂസ് കൺട്രോൾ, ബ്ലൈൻഡ് സ്പോട്ട് മോണിറ്റർ, OTD മുന്നറിയിപ്പ്, ലൈൻ ട്രേസ് അസിസ്റ്റന്റ്, റിയർ ക്രോസ് ട്രാഫിക് അലർട്ട് എന്നിവയാണ് പ്രധാന ഫീച്ചറുകൾ.